ഹിസ്ബുള്ള തീവ്രവാദികൾ ഏകദേശം 130ഓളം റോക്കറ്റുകൾ തിങ്കളാഴ്ച ഇസ്രായേലിനെ ലാക്കാക്കി അയച്ചിരുന്നു. ഇതിൽ ചിലത് ഇസ്രായേലിന്റെ മൂന്നാമത്തെ വലിയ നഗരമായ ഹൈഫയിൽ വീണതായി പറയുന്നു. ഹൈഫയിലെ ഇസ്രായേലിന്റെ സൈനിക കേന്ദ്രത്തെയാണോ ഹിസ്ബുള്ള ലക്ഷ്യമിട്ടതെന്ന് സംശയിക്കുന്നുണ്ട്. റോക്കറ്റുകൾ അധികവും ഇസ്രായേൽ പ്രതിരോധ സംവിധാനം തകർത്തു. ഹമാസും മിസൈലുകൾ തൊടുത്തു. ഹമാസ് ഫലസ്തീനിൽ നിന്നും അയച്ച മിസൈലുകളിൽ 2 എണ്ണം ടെൽ അവീവ് എന്ന നഗരത്തിൽ പതിച്ചതായി ഇസ്രായേൽ. 2 പേർക്ക് പരിക്കേറ്റിരുന്നു. അതേസമയം ഭീകരർക്കെതിരെ കഴിഞ്ഞ 1 വർഷമായി നടത്തിവരുന്നത് വലിയ പോരാട്ടമാണെന്നും ഇനി ഒരിക്കലും ഇസ്രായേൽ ഈ ഘട്ടത്തിലൂടെ കടന്നു പോകില്ലെന്ന് ഉറപ്പുവരുത്തുന്ന യുദ്ധമാണ് ഇതെന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇസ്രായേൽ ഹമാസ് പോരാട്ടത്തിന്റെ 1ാം വാർഷികത്തിലായിരുന്നു നെതന്യാഹു ഇങ്ങനെ പ്രതികരിച്ചത്. ഇസ്രായേലിന്റെ ശത്രുക്കൾക്കെതിരായ ഈ യുദ്ധം അവരുടെ അവസാനം കാണുന്നതുവരെ തുടരും. ഒക്ടോബർ 7-ന് ഇസ്രായേൽ നേരിട്ട അതിക്രമം ഇനി ഒരിക്കലും ആവർത്തിക്കില്ലെന്ന് ഉറപ്പാക്കാൻ വേണ്ടിയാണ് 2 ഭാഗത്തുമുള്ള ശത്രുക്കളുമായുള്ള പോരാട്ടം തുടരുന്നത്. ശത്രുക്കൾ നമ്മുടെ രാജ്യത്തെ ജനങ്ങളെയും രാജ്യത്തിന്റെ സമാധാനത്തിനും ഭീഷണി ഉയർത്തുന്നിടത്തോളം കാലം ഈ യുദ്ധം തുടരും. അതേപോലെ നമ്മുടെ ആളുകൾ ഗസയിൽ ബന്ദികളായിരിക്കുന്നിടത്തോളം കാലം ഈ പോരാട്ടം തുടർന്നേ മതിയാകൂ. ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനുള്ള ദൗത്യം ഉപേക്ഷിക്കില്ലെന്നും നെതന്യാഹു പറഞ്ഞു. എന്നാൽ നാളുകളായി പോരാട്ടം തുടരുന്നത് ശത്രുവിന് കൂടുതൽ ബുദ്ധിമുട്ടും പണച്ചെലവും ഉണ്ടാക്കുമെന്നും അതുകൊണ്ട് തന്നെ തങ്ങൾ ഈ പോരാട്ടം നീട്ടിക്കൊണ്ടു പോകുമെന്നും ഹമാസ് സായുധ വിഭാഗം വക്താവ് അബു ഒബൈദ പറഞ്ഞു. ഗസയിൽ ബന്ദികളായവർ ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിലാണ് മുന്നോട്ടു പോകുന്നതെന്നും ഇയാൾ അവകാശപ്പെട്ടു. ഒക്ടോബർ 7-ന് നടത്തിയ ആക്രമണത്തിന് ഹമാസിന് എല്ലാവിധ പിന്തുണയും നൽകുന്നതായി ഇറാൻ ആവർത്തിച്ചിട്ടുണ്ട്. അതേസമയം ലബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ അഗ്നിമഴ പെയ്യിച്ച് ഇസ്രായേൽ ഹമാസ് ഭീകരർ കടന്നുകയറി ആയിരങ്ങളെ കൂട്ടക്കൊല ചെയ്തതിന്റെ 1ാം വാർഷികം കൂടിയാണ് ഇന്നലെ. ഹമാസിനെയും ഹിസ്ബുള്ളയെയും പിന്തുണയ്ക്കുന്ന ലബനന് നേർക്കെ ഇസ്രായേൽ ശക്തമായ ആക്രമണമായിരുന്നു നടത്തിയത്. കിലോമീറ്റർ അകലെ നിന്ന് പോലും ബെയ്റൂട്ടിൽ വലിയ അഗ്നിഗോളങ്ങൾ പാഞ്ഞെത്തിയതിന്റെ ദൃശ്യങ്ങൾ കാണാമായിരുന്നു. വലിയ തോതിൽ സ്ഫോടന ശബ്ദവും കേൾക്കാമായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. കഴിഞ്ഞ മാസം ലബനന് നേർക്ക് ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയതിനു ശേഷം നടക്കുന്ന ഏറ്റവും രൂക്ഷമായ വ്യോമാക്രമണമാണ് ഇന്നലെ ഉണ്ടായത്. അതീവ പ്രഹരശേഷിയുള്ള 30ഓളം ആക്രമണങ്ങളാണ് ഇസ്രായേൽ നടത്തിയത്. എന്നാൽ ലബനനിൽ നിന്ന് 130ഓളം റോക്കറ്റുകളാണ് തങ്ങളുടെ അതിർത്തിയിലേക്ക് വന്നത് എന്നാണ് ഇസ്രായേൽ തിരിച്ചടിക്കുന്നത്. ഇസ്രായേലിലെ ഏറ്റവും വലിയ 3ാമത്തെ നഗരമായ ഹൈഫയ്ക്ക് നേരെയും ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണം നടത്തി. രാജ്യത്തെ പ്രധാനപ്പെട്ട തുറമുഖ നഗരം കൂടിയാണ് ഹൈഫ. നിരവധി പേർക്ക് ഈ ആക്രമണത്തിൽ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. തങ്ങളുടെ അതിർത്തി കടന്നെത്തിയ റോക്കറ്റുകളിൽ 5 എണ്ണം ലബനനിൽ നിന്ന് തന്നെയാണ് കടന്നു വന്നതെന്ന് വ്യക്തമായ തെളിവുകളുണ്ടെന്ന് ഇസ്രായേൽ സൈനിക വൃത്തങ്ങൾ അറിയിച്ചു. പരിക്കേറ്റ 10 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇസ്രായേലിന്റെ ഒരു സൈനിക ക്യാമ്പ് ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയത് എന്നാണ് ഹിസ്ബുള്ള തീവ്രവാദികൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്.